ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിൽ പലരുടെയും മനസ്സുകളിൽ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ്, നമ്മോട് ആർക്കാണ് ഏറ്റവും സ്നേഹം? നമ്മെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന ചോദ്യത്തിന്റെ ഉത്തരം സത്യസന്ധമായി പലർക്കും ഇന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ് കൂടെ കൂടുന്ന പലരും സന്ദർഭവും സാഹചര്യവും കിട്ടിയാൽ തിരിച്ചുകൊത്തുന്ന, കേവലം സ്നേഹപ്രകടനങ്ങളൊക്കെ അഭിനയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന, പല പുഞ്ചിരികൾക്ക് പിന്നിലും വലിയ ചതി കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഇന്ന് നമ്മളെ കൂട്ടത്തിൽ ഭൂരിപക്ഷം ആളുകളും. ഒരാളുടെ നേട്ടം അത് നേട്ടമായി കാണാനുള്ള മനസ്സല്ല ഇന്ന് ആളുകൾക്കുള്ളത്. മറിച്ച് അവന്റെ നേട്ടത്തിൽ മനസ്സ് വേദനിക്കുകയും മറ്റുള്ളവന്റെ നന്മയും മറ്റുള്ളവന്റെ മാറ്റവും അംഗീകരിക്കാൻ പഠിക്കാത്ത, സാധിക്കാത്ത ഒരു മനസ്സുമായി സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും നല്ലൊരു സ്നേഹം കിട്ടാത്തവരാണ് ഇന്നുള്ള പല ആളുകളും. കാരണം അത്ര എളുപ്പത്തിലാണ് ഭാര്യ ഭർത്താക്കന്മാര് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര എളുപ്പത്തിലാണ് മാതാപിതാക്കളെ മക്കൾ കൈവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കാണ് നമ്മളോട് ഏറ്റവും സ്നേഹം, ആരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും, ഒന്നും ചതി നടത്താതെ
ഇന്നും നമ്മളെ ഉറക്കത്തിലും ഉണർച്ചയിലും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കാരണം എത്രയേറെ തെറ്റുകൾ ചെയ്തിട്ടും ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടും ഇന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്, അതൊക്കെ റബ്ബിന് വലിയ ഇഷ്ടക്കേടാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും ആ തെറ്റുകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന നമുക്ക് ജീവിക്കാനുള്ള വായു, ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം, ഇതൊക്കെ അല്ലാഹു തആല നിരന്തരം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് പലരെയും സംബന്ധിച്ചിടത്തോളം ചെറിയൊരു തെറ്റുമതി ആളുകൾക്കത് മനസ്സിൽ കൊണ്ട് നടക്കാൻ. നമ്മളൊക്കെ പറയാറില്ലേ, കുടുംബത്തിൽ ഒരു ചെറിയ സങ്കടമുണ്ടാകുമ്പോ അതിൽ മനസ്സുകൊണ്ട് നടന്ന് ഒരാൾക്കതൊന്ന് പുറത്തു കൊടുക്കാൻ മടിയുള്ളത് കൊണ്ടാണ് പല കുടുംബങ്ങളും ഇപ്പോ അലൗക്യത്തിൽ തന്നെ ജീവിക്കുന്നത്. ആ പൊറുക്കൽ പലർക്കും ഇന്ന് സാധിക്കുന്നില്ലെങ്കിൽ 800 കോടിയിലധികം മനുഷ്യരുള്ള ഈ ലോകത്ത് ഒരാളിൽ നിന്നുള്ള ഒരു കാര്യം പോലും പൊറുക്കാതെ മനസ്സിൽ പകയായി കൊണ്ടു നടക്കുന്ന മനുഷ്യർക്ക് മുൻപിൽ അനേകായിരം തെറ്റുകൾ ചെയ്തിട്ടും അനേകായിരം പാപങ്ങൾ ചെയ്തിട്ടും ഇന്നും സ്നേഹക്കുറവ് കാണിക്കാതെ നമ്മെ സഹായിക്കുന്നതും സംരക്ഷിക്കുന്നതും സൃഷ്ടാവായ അല്ലാഹു തആലയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചതും, മനുഷ്യരെ നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റ് കാരണം ഉടനെ തന്നെ അല്ലാഹു തആല നിങ്ങളെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തൊരു മനുഷ്യൻ പോലും ബാക്കിയുണ്ടാവുകയില്ലായിരുന്നു. എന്നിട്ടും തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ, രാത്രി വ്യഭിചരിച്ചവന് രാവിലെ ആയുസ് നെട്ടിക്കൊടുത്ത റബ്ബ്, മറ്റുള്ളവന്റേത് കുത്തിപ്പറിച്ചും കൊള്ളലാഭമെടുത്തും അവനവന്റെ ബാങ്ക് ബാലൻസ് വലുതാക്കിയവന് അവന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ജീവൻ കൊടുക്കുന്ന റബ്ബ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നതും, ആ റബ്ബിനോളം നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റൊരാളും ഈ ലോകത്തില്ല. ഭർത്താവിന് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും തീരുമാനം മാറ്റുന്ന ഉമ്മത്തിനോട് അള്ളാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയ ഒരു വാക്കാണത്. ആ റബ്ബിനോളം നിങ്ങളെ സ്നേഹിക്കുന്നവൻ ഈ ലോകത്ത് മറ്റാരുമില്ല. അതിനേക്കാളേറെ മനുഷ്യൻ ചെയ്തു പോകുന്ന പാപങ്ങൾ പൊറുക്കാൻ ചില പ്രത്യേക കാലവും സമയവും ദിവസങ്ങളും അള്ളാഹു നിശ്ചയിച്ചു തന്നു എന്നുള്ളതും അള്ളാഹുവിന്റെ വലിയൊരു കാരുണ്യമാണ്. റമദാൻ മാസം പോലെ, അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പോലെ അള്ളാഹു മനുഷ്യർക്ക് നിശ്ചയിച്ചു കൊടുത്ത പകരം വെക്കാനില്ലാത്ത ദിനങ്ങളാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ള ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ. ആ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങളെ പറ്റി ഹബീബായ നബി തങ്ങൾ തന്നെ ഓർമ്മപ്പെടുത്തി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, മൽ അമലു ഫി അയ്യാമിൽ അശ്രി, ഈ 10 ദിവസത്തെ കർമ്മങ്ങൾ, അഫ്ളലു മിൻ അമലി ഫി ഹാദിഹി, ഇതുപോലത്തെ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനില്ല. ഈ 10 ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുൻപിൽ ചെയ്യാനില്ല. മറ്റൊരു ഭാഗത്ത് ഉലമാക്കൾ വ്യാഖ്യാനിച്ചു, റമദാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ പോലെ, അതല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന റമദാൻ മാസത്തെക്കാളേറെ അവർക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് കൊടുക്കാനുള്ള ഏറ്റവും പുണ്യത്തിന്റെ ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ. ഇത് കേട്ട സമയത്ത് ഒരു സ്വഹാബി ചോദിച്ചു, ഖാലു വലൽ ജിഹാദ്, റസൂലെ ജിഹാദിനേക്കാളും പുണ്യമാണോ ഈ 10 ദിവസത്തെ അമലുകൾ? ജിഹാദ് എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ മാർഗത്തിൽ ശത്രുക്കളോട് യുദ്ധം നടത്താൻ സ്വന്തം ശരീരവും സമ്പത്തും എടുത്ത് യാതൊന്നും പ്രതീക്ഷിക്കാതെ പുറപ്പെട്ട് ഷഹീദാവുന്ന ഒരു ജിഹാദിന് ഇറങ്ങി പുറപ്പെടുന്നവനേക്കാൾ ശ്രേഷ്ഠതയുണ്ടോ റസൂലെ ഈ 10 ദിവസത്തെ അമലുകൾക്ക്? അള്ളാഹുവിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദിനേക്കാൾ നിങ്ങൾക്ക് ഈ 10 ദിവസത്തിൽ കൂലിയുണ്ട്. വീണ്ടും തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യൻ, ഖറജ യുഖാത്തിറു ബിനഫ്സിഹി, അവന്റെ സമ്പത്തും ശരീരവുമായി അവൻ ആ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു, ഫലം
പക്ഷെ ആ യുദ്ധക്കളത്തിൽ വെച്ച് അവൻ ഷഹീദായിട്ടുണ്ടെങ്കിൽ ആ ഷഹീദിനേക്കാൾ കൂലി വേറൊരാൾക്കുമില്ല. പക്ഷെ അവൻ ആ യുദ്ധത്തിൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ സമ്പത്തുകളും അവന്റെ ശരീരം ഉപയോഗിച്ച് റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധം നടത്തി തിരിച്ചു വരുന്ന ഒരു ജിഹാദിനേക്കാൾ കൂലിയുണ്ട് ഈ 10 ദിനരാത്രങ്ങളിൽ ഒരടിമ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക്. മറ്റൊരു റിവായത്തിൽ കാണാം, മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ്, ഇതിനേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ദിനവും റബ്ബിന്റെ അരികിലില്ല. വലാ അഹബ്ബ ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്രി, ഈ 10 ദിവസത്തേക്കാൾ നന്മ പ്രവർത്തിക്കുന്നവർക്ക് വേറൊരു ദിനങ്ങളും കിട്ടാനുമില്ല. ഈ 10 ദിവസത്തെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ അരികിൽ അതിനേക്കാളും അള്ളാഹുവിന് പ്രിയപ്പെട്ടതായിട്ട് മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഫക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം, ഫീഹിന്ന മിനത്ത് തഹ്ലീൽ, നിങ്ങൾ ആ രാവുകളിലും പകലുകളിലും നിങ്ങൾ തൗഹീദിന്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കനുസരിച്ച് നിങ്ങൾ ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണം. വത്തക്ബീരി, നിങ്ങൾ തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കണം. നാഥനെ പുകഴ്ത്തിക്കൊണ്ടും റബ്ബിന് ഇഷ്ടപ്പെട്ട അമലുകളെ കൊണ്ടും വത്തഹ്മീദി, റബ്ബിന്റെ ആ സ്തുതിപാഠത്തോടുകൂടി നിങ്ങൾ ആ റബ്ബിലേക്ക് അടുത്തേക്കൊണ്ടേയിരിക്കണം. കാരണം ഈ 10 ദിനരാത്രങ്ങളെ പറ്റി അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയതാ. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ സാക്ഷ്യപ്പെടുത്തൽ വൽ ഫജ്ർ വലയാലിൽ അശ്ർ, പുലരി തന്നെയാണ് സത്യം, ഈ 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം. മറ്റൊരു ഭാഗത്ത് റബ്ബ് ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകൾ ഈ നിശ്ചയിക്കപ്പെട്ട ദിനങ്ങളിൽ കൂടുതൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ആ 10 ദിനങ്ങളിൽ 2 ദിനങ്ങൾ നമ്മളെ ജീവിതത്തോട് യാത്ര ചോദിക്കുകയാ. എത്രത്തോളം നമ്മളെ അമലുകൾ അള്ളാഹുവിന്റെ അരികിലേക്ക് ഏൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. തക്ബീറുകളെ കൊണ്ട്, തഹ്മീദുകളെ കൊണ്ട്. സഹാബാക്കളുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ അവർ ഈ 10 ദിവസം രാവിൽ ഉറക്കം നീക്കിവെച്ച് അള്ളാഹുവിനോട് അടുത്തുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നാഥന്റെ വിശുദ്ധ ഖുർആൻ നിരന്തരം അവർ പാരായണം നടത്തിയിരുന്നു. സാധ്യമാകുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി ഈ 10 ദിനരാത്രങ്ങളിൽ അവര് സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഈ 10 ദിനങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ അരികിലേക്ക് കൂടുതൽ അടുക്കാൻ അള്ളാഹു നിശ്ചയിച്ചതായിരുന്നു ഈ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ. എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്ര പ്രത്യേകത? എന്താണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്ന ചോദ്യത്തിന് ലോകത്തുള്ള സർവ്വ ഉലമാക്കളും രേഖപ്പെടുത്തിയത് ഒരേ ഒരു കാര്യം, ഇസ്ലാമിന്റെ 5 സ്തൂപങ്ങളും ഒരുമിച്ച് കൂടുന്ന 10 ദിനം ഈ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങളാണ്. ഇസ്ലാം നിലനിൽക്കുന്നത് 5 സ്തൂപങ്ങളിലാണ്. 1 ഷഹാദത്ത്, 2 നമസ്കാരം, 3 നോമ്പ്, 4 സക്കാത്ത്, 5 ഹജ്ജ്. ഈ 5 കാര്യങ്ങളും ഈ 10 ദിനരാത്രങ്ങളിൽ വരുന്നുണ്ട്. ഒന്നാമത്തത് ഷഹാദത്ത്. ആ ഷഹാദത്തിന്റെ പ്രഖ്യാപനമാണ് ഇന്ന് കാബാലയത്തിങ്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒരേ വസ്ത്രം ധരിച്ച് ഒരേ മനസ്സോടെ, കറുത്തവൻ വെളുത്തവൻ എന്ന വ്യത്യാസമില്ലാതെ, ധനാഢ്യൻ ധനികൻ പാമരൻ എന്ന വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ മുൻപിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ തൗഹീദിന്റെ പ്രഖ്യാപനം, ലോകത്തിന്റെ ഖലീലുള്ള ഇബ്രാഹിം നബിയുടെ മില്ലത്തിന്റെ പ്രഖ്യാപനം. അതാണ് റബ്ബ് ചോദിച്ചതും ഫദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ ചരിത്രത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ, അല്ലാഹു തെരഞ്ഞെടുത്ത നബിമാരുടെ കൂട്ടത്തിലെ സുദ്ദീഖായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ, ഉലുൽ അസ്മിൽ അല്ലാഹ് രേഖപ്പെടുത്തിയ പ്രവാചകൻ, ആകാശ ലോകങ്ങളുടെ കൈകാര്യം അല്ലാഹു തആല കാണിച്ചു കൊടുത്ത പ്രവാചകൻ, അള്ളാഹുവിന്റെ ഖലീലായി റബ്ബ് തെരഞ്ഞെടുത്ത പ്രവാചകൻ, അതിനേക്കാളേറെ സ്വർഗത്തിൽ അള്ളാഹു കൊടുത്ത സ്ഥാനം ഈ ലോകത്ത് കാണിച്ചു കൊടുക്കപ്പെട്ട പ്രവാചകൻ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതന് സ്വർഗം കാണിച്ചു കൊടുത്തപ്പോ ആ സ്വർഗത്തിലെ പൂന്തോട്ടത്തിൽ ചെറിയ കുഞ്ഞുങ്ങളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മധ്യവയസ്കനെയും കണ്ടു. ആരെന്ന് ചോദിച്ചപ്പം ജിബ്രീൽ തിരിച്ചു പറഞ്ഞ മറുപടി ഇന്നഹു ഇബ്രാഹിം, അത് ഇബ്രാഹിമാണ്. അള്ളാഹുവിന്റെ സ്വർഗം കൊണ്ട് ഉറപ്പ് ലഭിച്ച ലോകത്തിന്റെ ഖലീലായ ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ് ഇന്ന് മണ്ണിൽ ആളുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഉരുവിട്ട തൽബിയത്തിന്റെ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്,
ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക. അല്ലാഹുവേ, നിനക്ക് ഞങ്ങൾ ഉത്തരം തന്നിരിക്കുന്നു. നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ല റബ്ബേ, നീയല്ലാത്ത മറ്റൊരു മുൽക്കില്ല റബ്ബേ, നീയല്ലാത്ത മറ്റൊരാളും ഞങ്ങൾക്ക് സഹായമില്ല റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തൽബിയത്ത് ചൊല്ലി ഹാജിമാരതിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുഴങ്ങിക്കേൾക്കുന്ന ആ വാക്കുച്ചരിക്കുന്നതിൽ കേരളത്തിൽ നിന്നും പോകുന്ന മുസ്ലിമീങ്ങളുണ്ട്. പക്ഷെ ചിന്തിക്കേണ്ടത്, കേരളത്തിലെ സർവ്വജാറങ്ങളിലും ചെന്ന് ബദരീങ്ങളെ കാക്കണേ, മമ്പർത്ത് തങ്ങളെ കാക്കണേ, മുനമ്പത്ത് തങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹായവും സംരക്ഷണവും തേടി ആ മണ്ണിൽ ചെന്ന് അള്ളാഹുവിനെ പുകഴ്ത്തുന്നവരുടെ വാക്കിന്റെ നിരർത്ഥകത നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കണം. ഇക്കഴിഞ്ഞ ദിവസം പോലും നമ്മൾ കണ്ടു, യാത്രക്കിടയിൽ കാട്ടിൽ നിന്നും ഒരാന ആ വാഹനത്തിന്റെ നേരെ വരുമ്പോ നിന്റെ മമ്പർത്ത തങ്ങളെ എന്ന് വിളിക്കുന്ന ഒരു ഉമ്മത്തിനോട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലാൻ അർഹത വേണമെങ്കിൽ അല്ലാഹു അല്ലാത്തൊരു മുൽക്കില്ലെന്നും അല്ലാഹു അല്ലാത്തൊരു ഇലാഹില്ലെന്നും എല്ലാ പ്രാർത്ഥനകളും സുജൂദുകളും ആ റബ്ബിന്റെ മുൻപിലെ അർപ്പിക്കാവൂ എന്ന് മനസ്സുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവർക്ക് ആ തൽബിയത്തിന്റെ ഗുണം നാളെ റബ്ബിന്റെ കോടതിയിൽ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതായിരുന്നു ഇബ്രാഹിം നബിയുടെ മാതൃക. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ, വിജനമായ മരുഭൂമിയിൽ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിക്കുമ്പോ, ഒരിറ്റു ദാഹജലത്തിന് വേണ്ടി ഹാജറ റളിയല്ലാഹു അൻഹ മലകൾക്ക് മുകളിലേക്ക് ഓടിക്കയറുമ്പോ, വാപ്പാന്റെ കൈയിലേക്ക് അദ്ദേഹത്തിന്റെ കത്തിമുനയിലേക്ക് തന്റെ കഴുത്ത് നീട്ടിക്കാണിച്ചു കൊടുക്കുമ്പോ ആ പ്രവാചക കുടുംബത്തിന് ഒരൊറ്റ വിശ്വാസം മാത്രമേയുള്ളൂ, ഹസ്ബുനല്ലാ, എനിക്കെന്റെ റബ്ബെന്ന ബോധം. ഏതവസ്ഥയിലും ഏത് സങ്കടത്തിലും ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ഇന്ന് ഹാജിമാർ ആ മക്കയിൽ നടത്തുന്നത്. ആ ഷഹാദത്ത് കലിമ, അതിന്റെ പ്രഖ്യാപനം ഹജ്ജായി അവിടെ നടക്കുന്നു. രണ്ടാമത്തത് നമസ്കാരം. ഇന്നാ നമസ്കാരം ഈ 10 ദിനരാത്രങ്ങളിൽ നമ്മൾ നിർവഹിക്കാറുണ്ട്. മൂന്നാമത്തത് നോമ്പ്. അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച ദുൽഹിജ്ജ മാസത്തിലെ 9ന്റെ നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ റിപ്പോർട്ട് ചെയ്യുന്നു, ഖാലത്ത്, അവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിസ്അ ദുൽഹിജ്ജ, അള്ളാഹുവിന്റെ ഹബീബ് നോമ്പനുഷ്ഠിച്ചിരുന്നു. യസൂമു, അദ്ദേഹം നോമ്പനുഷ്ഠിച്ചിരുന്നു. തിസ്അ ദുൽഹിജ്ജ, ദുൽഹിജ്ജ 9. ഈ ദുൽഹിജ്ജ 9 എന്നുള്ളത് 9നും എന്ന് വ്യാഖ്യാനിച്ച ഉലമാക്കളുണ്ട്. ഒരാൾക്ക് തോന്നുന്നു ഈ 10 ദിവസത്തിന്റെ ഇടയ്ക്ക് 9 ദിവസം നോമ്പനുഷ്ഠിച്ച് അള്ളാഹുവിന്റെ അടുത്തേക്ക് എനിക്ക് കൂടുതൽ അടുക്കാൻ പറ്റും, നോമ്പ് നോറ്റാ ഞാൻ എല്ലാ തെറ്റുന്നും മാറി നിൽക്കും എന്നവന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ ആ 9 ദിവസവും നോമ്പനുഷ്ഠിക്കാം. പക്ഷേ എന്ന് കരുതി 9ഉം നോൽക്കണം എന്ന് നമുക്ക് കണ്ടെത്താനും സാധ്യമല്ല. ഇടക്കിടക്ക് ഒഴിവാക്കി പിടിക്കണോ, അവർക്ക് അങ്ങനെയും നോൽക്കാം. പക്ഷേ ദുൽഹിജ്ജ മാസത്തിന്റെ 9ാമത്തെ ദിനത്തിൽ അഥവാ 9ന് നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്നും അന്ന് നിങ്ങൾ ചെയ്ത നോമ്പിന്റെ കൂലിപ്രകാരം യുക്കഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ, കഴിഞ്ഞു പോയ കാലത്ത് ചെയ്തതും വരാനിരിക്കുന്ന കാലത്ത് ചെയ്ത പാപങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി. നാലാമത്തത് സക്കാത്ത്. എന്തിനായിരുന്നു സക്കാത്ത്? തസ്കിയത്ത്, പരിശുദ്ധപ്പെടുത്തുക. ഒരു മനുഷ്യന്റെ സമ്പത്ത് 100 രൂപ അള്ളാഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 2.5 മാലിന്യം അവൻ സാധുക്കൾക്ക് കൊടുക്കണം. അഥവാ അവന്റെ സമ്പത്തിന്റെ മാലിന്യമാണ് 2.5%. അത് അള്ളാഹു അവന് കൊടുത്തത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാ, സാധുക്കൾക്ക് നൽകാൻ വേണ്ടിയാ. അല്ലദീ യുഅ്തി മാലഹു യതസക്ക, റബ്ബ് നിങ്ങൾക്ക് മാല് തന്നു, ധനം തന്നു, നിങ്ങൾ അത് പരിശുദ്ധപ്പെടുത്തണം. അള്ളാഹ് തന്നതെല്ലാം എനിക്ക് വിഴുങ്ങാനുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതിൽ നിന്ന് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് സാധുക്കൾക്ക് വേണ്ടി നീക്കിവെക്കണം. ആ സക്കാത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ അധ്വാനിച്ച സമ്പത്തിൽ നിന്ന് സാധുക്കളെയും കൂടി പരിഗണിച്ച് ഉദ്ഹിയ്യത്ത് അറുക്കുക എന്നുള്ളത്. ആ സമ്പത്ത് കൊണ്ട് വേറൊന്നും നേട്ടം വെക്കുന്നില്ല. അതാണ് റബ്ബ് പഠിപ്പിച്ചതും, ലൻ യനാലല്ലാഹ ലഹൂമുഹാ വലാ ദിമാഉഹാ, റബ്ബിന് അതിന്റെ മാംസമോ അതിന്റെ രക്തമോ അതിന്റെ തൊലിയോ ഇതൊന്നും അള്ളാഹുവിന് വേണ്ട. മറിച്ച് കൊടുക്കുന്നവന്റെ മനസ്സ് അധ്വാനിച്ച സമ്പത്തിൽ നിന്നും മിച്ചം പിടിച്ച് നീക്കിവെച്ച് ഇബ്രാഹിം നബിയുടെ ചരിത്രം ആലോചിച്ച് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സ്നേഹിച്ച് റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് അവന്റെ സമ്പത്തിന്റെ ശുദ്ധീകരണമാ, അവന്റെ സമ്പത്തിന്റെ പരിശുദ്ധപ്പെടുത്തലുകളാ. ആ സക്കാത്തിന്റെ ഒരു ഭാഗവും ഈ 9 ദിവസത്തിന്റെ ഇടക്ക് 10 ദിവസത്തിന്റെ ഇടക്ക് നടക്കുന്നുണ്ട്.
അഞ്ചാമത്തത് ഹജ്ജ് എന്ന കർമ്മം. ആ ഹജ്ജിന്റെ കർമ്മം ആരംഭിക്കുന്നതും ഈ 9 ദിവസങ്ങൾക്കിടയിലാണ്. ആരംഭിച്ച് അയ്യാമുത്ത തശ്രീഖ് വരെ ആ കർമ്മങ്ങൾ നീങ്ങുന്നുണ്ട് എങ്കിൽ ഇസ്ലാമിന്റെ 5 കർമ്മങ്ങളും ഒരുമിച്ച് കൂടുന്ന ആ 10 സുദിനങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. വരാനിരിക്കുന്ന ദിനങ്ങളിൽ ആ ദിവസത്തിന്റെ ഭംഗിയോടെ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. ഇബാദത്തുകൾ ചെയ്തും ബന്ധങ്ങൾ കൂട്ടിച്ചേർത്തും വിശുദ്ധ ഖുർആൻ പാരായണം നടത്തിയും സാധ്യമാകുന്ന നന്മകൾ അധികരിപ്പിച്ചും നമുക്ക് റബ്ബിനോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ ഈ 10 ദിനരാത്രങ്ങളെ നമ്മൾ കണ്ടെത്തിയേ മതിയാകൂ. റമദാനിന്റെ അവസാനം സൂചിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ഷോപ്പുകളിൽ കയറിയിറങ്ങി സമയം കളയാനല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ഷോപ്പിലേ പോകരുത്, ഒരു പുതുവസ്ത്രം വാങ്ങരുത് എന്ന അർത്ഥത്തിലല്ല. പണമുള്ളവർ പുതുവസ്ത്രം വാങ്ങട്ടെ, പണമില്ലാത്തവർ ഉള്ളതിൽ ഏറ്റവും നല്ല പുതുവസ്ത്രം ധരിക്കട്ടെ. അതാ ഇസ്ലാമിന്റെ മര്യാദ. അല്ലാതെ റമദാനല്ലേ, അറിവിന്റെ ദിവസല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ അറിവുള്ള സമയമല്ലേ, ഏതെങ്കിലും പഴയത് മതി എന്ന് ചിന്തിക്കരുത് എന്ന് മാത്രം. അതിനേക്കാൾ അപ്പുറം അള്ളാഹുവിന്റെ മാർഗത്തിൽ രാത്രികളിൽ ജീവിപ്പിക്കാൻ ശ്രമിക്കുക, കുടുംബത്തെ വിളിച്ചുണർത്തുക. റമദാനിൽ അവസാനിപ്പിച്ച രാത്രി നമസ്കാരത്തിൽ അല്പമെങ്കിലും ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമസ്കരിക്കുക. തഹജ്ജുദിന് കുടുംബത്തോടെ എഴുന്നേൽക്കുക. തഹജ്ജുദിന്റെ ഭംഗി മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. വാപ്പാരുമാരും ഒരുമിച്ചിരുന്ന് ഖുർആൻ പാരായണം നടത്തുക. ചരിത്രങ്ങൾ ഖുർആനിന്റെ ആയത്തുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. നിലയ്ക്കട്ടെ 10 ദിനം നമ്മളുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ യൂട്യൂബിന്റെ ശബ്ദങ്ങൾ, വേണ്ടാത്ത പ്രാങ്കിന്റെ വീഡിയോകൾ, തോന്നിവാസ സിനിമകൾ, പാട്ടുകൾ ഇതെല്ലാം നിലപ്പിച്ചു കളഞ്ഞ് ആ 10 ദിനം എനിക്ക് എന്റെ റബ്ബിന്റെ അടുത്തേക്ക് എന്റെ കുടുംബത്തെ അടുപ്പിക്കണമെന്ന മനസ്സോടുകൂടി ഓരോ രക്ഷിതാക്കളും തയ്യാറായാൽ ഈ 10 ദിനത്തേക്കാൾ നമുക്ക് ഈ ലോകത്ത് നിന്നും പിന്നീട് വലുത് സമ്പാദിക്കാൻ ഉണ്ടാവുകയില്ല. ആ തിരിച്ചറിവോടുകൂടി ഈ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും കണ്ണടച്ചു തുറക്കുന്ന വേഗതയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലേറെ സങ്കടകരം റബ്ബിന്റെ പരീക്ഷണങ്ങൾ ഏറ്റെടുത്ത കുടുംബങ്ങളെ വീണ്ടും വീണ്ടും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെയും നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇന്നൊരു പുതിയ വിഭാഗം ആളുകൾ പല കുടുംബത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൊന്നവരെ തന്നെ വീണ്ടും, അതല്ലെങ്കിൽ മരിച്ചവരെ തന്നെ വീണ്ടും കൊല്ലുന്നവർ, ജീവിച്ചിരിക്കുന്ന കുടുംബക്കാരെ കൊല്ലുന്നവർ, മരിച്ചവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മരിച്ചവരുടെ വീടുകളിൽ കയറി ചെന്ന് അവനവന്റെ മെസ്സേജുകളിലൂടെയും ചാനലുകളിലൂടെയും ആളുകൾക്ക് മുൻപിൽ ഞാൻ വലിയ അറിവ് എത്തിച്ചു കൊടുത്തു എന്ന് ആത്മാഭിമാനം നടിക്കുന്നവർ. ഇന്ന് പല കുടുംബങ്ങളിലും അത്തരക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഭാഗം, ആ ഒരു മാനസികാവസ്ഥയുള്ളവർ. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു സാധുവായ പെൺകുട്ടി അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം റോഡിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്നു എന്ന ഓമന പേര് നൽകുന്ന ബസ്സുകാരുടെ അമിത വേഗത ഒരു കുടുംബത്തിന്റെ സ്വപ്നവും ഒരു കുടുംബത്തിന്റെ സമാധാനവും നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ റോഡിലിറങ്ങുന്നവർക്കും രണ്ടറ്റമല്ല വലിയ കുടുംബമെന്ന സ്വപ്നമുണ്ടെന്ന് ഓരോ ഡ്രൈവർമാരും മനസ്സിലാക്കി ജീവിക്കണം. ആ പെൺകുട്ടിയുടെ മരണം കൊണ്ട് ഒരു കുടുംബത്തിനുണ്ടായ വേദന അല്ലാഹു ആ സഹോദരിയെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടട്ടെ. ആ മരണം കൊണ്ട് വേദനിക്കുന്ന കുടുംബത്തിന് ക്ഷമയോടെ അത് നേരിടാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.
ആ മക്കൾക്ക് ഇസ്സത്തും അനുഗ്രഹങ്ങളും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ ഏറെ സങ്കടകരം, കയറി ചെല്ലുന്ന വിവരം അന്വേഷിക്കുന്ന പലരും ഇതുപോലെ പല കുടുംബത്തിലും കയറി ചെല്ലുമ്പോ ആളുകൾക്ക് അത് വർണ്ണിച്ച് കാണണം. ചിലർക്ക് ചോദിക്കാറില്ലേ, മരിച്ചതാരാ? ഇന്ന വ്യക്തിയാ, ഫോട്ടോ ഉണ്ടോ? നല്ലൊരു ഫോട്ടോ അയച്ചു കൊടുത്താലും അടുത്ത ചോദ്യം, റോട്ടുമലുള്ള വീഡിയോ ഉണ്ടോ? ഓരോന്നും പകർത്താനും പ്രചരിപ്പിക്കാനും തുടങ്ങി. അതിനേക്കാൾ ഏറെ വിവരം അന്വേഷിക്കാൻ എന്ന വ്യാജേന കയറി ചെന്ന് ആ വീട്ടിന്റെ ഡൈനിങ് ഹാളിലിരുന്നും ഭാഗത്തിരുന്നും ഓരോരുത്തരും വർണ്ണിച്ചു പറയുന്ന ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. കമന്നാണോ? റോട്ടിന്റെ അടിയിലാണോ? ടയറിന്റെ ഉള്ളിലാണോ? എന്തിനാ മനുഷ്യരെ മരിച്ചവർക്ക് ഇത്ര റീച്ച്? എന്ത് നേട്ടമാ നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു ആയുസ് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു ജീവൻ തിരിച്ചു വാങ്ങിക്കൊണ്ടെടുക്കാൻ പറ്റുമോ? മറിച്ചൊരു മരിച്ചവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ചെയ്യേണ്ടത് എന്ത് എന്ന ചോദ്യത്തിന് ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് നിങ്ങൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കണം, അവരെ നിങ്ങൾ ആശ്വസിപ്പിക്കണം. അതിന് പറ്റുന്നില്ലേ, കൂടി നിൽക്കരുത്, പിരിഞ്ഞു പോകണം. അതൊരു ബന്ധത്തിന്റെ, അതല്ലെങ്കിൽ കുടുംബക്കാർക്കിടയിൽ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് കിട്ടാവുന്ന ഒരു ഫോട്ടോ, എനിക്ക് കിട്ടാവുന്ന ഒരു വാർത്ത എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ, കുടുംബ ഗ്രൂപ്പിൽ ഇട്ടിട്ട് കുറെ സങ്കടം അങ്ങോട്ട് അഭിനയിച്ച് കൂടെ പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടതല്ല മരണാനന്തര ബഹുമാനം. ഇന്നങ്ങനെയാ പല കുടുംബത്തിലും. ചിലർക്ക് മക്കൾ വേണം, മക്കളുടെ ഫോട്ടോ കൂട്ടത്തിലെടുക്കണം, എന്നിട്ടൊരു കണ്ണീരിന്റെ മോമ്പൊടിയും ചേർത്ത് അള്ളാഹുവിന്റെ അതാ ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയാൽ എന്തു നേട്ടമാ അതുകൊണ്ട്? ഒരു കുടുംബത്തിന്റെ മാനസികാവസ്ഥ ബോധ്യപ്പെടണം. കയറിച്ചെല്ലാൻ സാധിക്കുന്നവർ കയറിച്ചെല്ലാം, കയറിച്ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ഇതാ ഹലർത്തുമുൽ മരീദ അവിൽ മയ്യിത്ത, നിങ്ങളൊരു രോഗിയെ സന്ദർശിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു മയ്യത്തിന്റെ അരികിൽ ചെല്ലുന്നു, ഫഖൂലു, നിങ്ങൾ പറയണം ഖൈറൻ, നല്ലതുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക. അത് പറഞ്ഞേ മതിയാകുന്നല്ല. ഇവിടെ തുപ്പരുത് എന്ന് പറഞ്ഞാൽ, ഇവിടെ തുപ്പണം എന്ന് പറഞ്ഞാൽ അവിടെ എത്തുമ്പോ എല്ലാവരും ഒന്ന് കുറച്ച് തുപ്പണമെന്നല്ല. നല്ലത് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിൽ മനസ്സിൽ പടച്ചോനോട് പറഞ്ഞോ, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ, ആ മക്കൾക്ക് വേണ്ടി ദ്വാരുന്നോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കാരണം ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, അവിടെ വെച്ച് നിങ്ങൾ പറയുന്ന ഓരോന്നിനും മലക്കുകൾ ആമീൻ ചൊല്ലുന്നുണ്ട്. അപ്പൊ പൊടിപ്പും തൊങ്ങലും വെച്ച് കുടുംബത്തിൽ അത് വർണ്ണിക്കലല്ല പുണ്യം. കുടുംബക്കാർക്കിടയിൽ ഞാൻ അവിടെ ചെന്നു, കണ്ടു, സംസാരിച്ചു, അടിയിലാണോലെ, വലിച്ചെടുത്താണോലെ എന്ന് ഏത് മയ്യത്തിനെ പറ്റിയിട്ട് നമ്മൾ പറയണ്ട. കാരണം അത് ചെയ്യേണ്ടതും അത് കാണിക്കേണ്ടതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുടുംബം അവരുടെ ഹൃദയത്തിൽ മറവി എന്ന അനുഗ്രഹം കൊണ്ട് അള്ളാഹു നിയമത്ത് കൊടുക്കുമ്പോ വീണ്ടും വീണ്ടും ചോദിച്ചു ചോദിച്ചു കുടുംബത്തെ സങ്കടപ്പെടുത്തരുത്. അങ്ങനത്തെ ഒരു വിഭാഗം, അങ്ങനത്തെ ഒരു കൂട്ടര് ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാ. ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ചിലർക്ക് അവനവന്റെ വാർത്തകൾ പുതിയതായിട്ട് കുടുംബത്തിൽ അവതരിപ്പിക്കണം, മക്കളുടെ മുഖം വെച്ച് സങ്കടം ഒന്ന് കാണിക്കണം. ആ മക്കളെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത് ഏത് കുടുംബത്തിലുള്ളവരാണെങ്കിലും പ്രാർത്ഥിക്കുക. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് കൊണ്ടും അനുഗ്രഹം കൊണ്ടും ആ മക്കൾ അള്ളാഹുവിന്റെ അടുത്തുന്നതരാവാൻ ഒരു കുടുംബത്തോട് ചെയ്യേണ്ട ഏറ്റവും വലിയ മര്യാദയും മാന്യതയും അതാ. എല്ലാ രംഗത്തും ആളുകൾ കയറി ചെല്ലുന്നതും കാണുന്നത് പോലും അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ പ്രളയത്തിൽ ഒരു നാട് കുത്തിയൊലിച്ചു പോയപ്പോ ഇന്ന് ആ നാട് ഒരു വലിയ പൂരപ്പറമ്പായി, ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി കണ്ടു ചില ആളുകൾ. അവർക്ക് അവിടെ ചെല്ലണം, സെൽഫി എടുക്കണം, എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യണം, എന്നിട്ട് ചൂരൽമലയുടെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മലയുടെയും ഒക്കെ അവസ്ഥകൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. മനുഷ്യരെ, മറ്റുള്ളവന്റെ കുടുംബത്തിലുള്ള വേദനകൾ നമുക്ക് കാണാൻ രസമാണെങ്കിലും ഒരു കഥ മാത്രമാണെങ്കിലും സ്വന്തം കുടുംബത്തിൽ വരുമ്പോഴേ ഓരോരുത്തരും അതിന്റെ വേദന അറിയൂ, ഓരോരുത്തരും അതിന്റെ സങ്കടം അറിയൂ. ആ തിരിച്ചറിവെങ്കിലുമുള്ള ഒരു മനുഷ്യരാവാൻ, ഒരു മയ്യത്തിന്റെ മുൻപിൽ, ഒരു മരിച്ച വീട്ടിൽ ഒരു മനുഷ്യരാവാനെങ്കിലും പറ്റണമെന്ന ഉലമാക്കളെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സൂക്ഷിക്കണം. കയറി ചെല്ലണ്ടെന്ന് അർത്ഥമല്ല, ഒന്നവിടെ ഇരിക്കണ്ടെന്നും അർത്ഥമല്ല. പക്ഷെ കയറി ചെന്ന് പിന്നെ നാട്ടുവർത്താനം പറഞ്ഞ് കൂട്ടത്തിൽ കുറെ അതിന്റെ രസങ്ങളും കേട്ട് കുറെ വർണ്ണിച്ച് പൊലിപ്പിച്ച് മക്കളെയൊക്കെ ഒന്ന് കണ്ട്, നമ്മളൊക്കെ ഒന്ന് അവിടെ ചെന്ന് മക്കളെ കണ്ട് ഭയങ്കര സങ്കടത്തിലായി എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാവരുത്. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാനാവണം. അത് മരിച്ച വീട്ടിലാണെങ്കിലും കബറും പുറത്താണെങ്കിലും പോകേണ്ടത് നാളെ അതേ അവസ്ഥ എന്നിലും വന്നേക്കാമെന്ന പ്രാർത്ഥനയോടെ അത് ഒരു കുടുംബത്തിനും കൊടുക്കല്ലേ റബ്ബേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. ആ തിരിച്ചറിവോടെയാവണം ഇനി അങ്ങോട്ടുള്ള
ഒരു മരണാനന്തര വീട്ടിലേക്ക് സന്ദർശനം പോലും എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അതിനുവേണ്ടി മാത്രം പോകുന്നവർ എന്നെന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത്. പലരും നല്ലതിനു പോകുന്നു, നല്ലത് ചെയ്യുന്നു, നല്ല നിലക്ക് പ്രാർത്ഥിച്ചു പോരുന്നു. പക്ഷെ ചിലർക്കൊക്കെ എരകിട്ടിയ കോഴിക്കുട്ടിയെ പോലെ, മാലിന്യത്തിൽ കാലുപതിഞ്ഞ ഈച്ചയെ പോലെ എല്ലായിടത്തിലും പോയിട്ട് അവനവന്റെ നാവ് കൊണ്ട് വർണ്ണിച്ചിട്ടാലൊന്നും ഒരിക്കലും ഒരാളുടെയും മയ്യത്ത് തിരിച്ചു വരുന്നില്ല. ഒരാളുടെയും ആയുസ്സിന് അതൊരു സമാധാനം കിട്ടുന്നില്ല. പ്രാർത്ഥനയോടെ മുന്നോട്ടു പോകാൻ, നമ്മളിൽ അത് സംഭവിക്കാതിരിക്കാൻ, സംഭവിച്ച കുടുംബത്തെ ക്ഷമയോടെ പടച്ചോന് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഓരോ വാപ്പാക്കും നഷ്ടപ്പെട്ട മകളെയോർത്തും മകനെയോർത്തും നെഞ്ചുപൊട്ടുമ്പോ, നിത്യരോഗിയായ ഉമ്മയെയും കൊണ്ട് സങ്കടപ്പെടുമ്പോ ആ മനസ്സിനും ആ കുടുംബത്തിനും ഒക്കെ എല്ലാ ഭക്തിനും സമാധാനം കൊടുത്ത് റബ്ബേന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും വലുതല്ല മനുഷ്യരെ വർണ്ണനയും വർണ്ണിച്ച പറച്ചിലൊന്നും. അത് ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് നാഥ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹുവെ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും സങ്കടപ്പെടുന്നവരുണ്ട് നാഥ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. രോഗം ബാധിച്ച് അങ്ങേയറ്റം സങ്കടപ്പെടുന്നവർ. എന്താണോ റബ്ബെ ഓരോരുത്തർക്കും ഖൈറായത്, ആ ഖൈറായതിലേക്ക് എല്ലാ ആളുകൾക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. നാദാ, കടബാധ്യത കൊണ്ടും ഹറാമായ ലോണ് പോലെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ പെട്ടുപോയവരുണ്ട് റബ്ബെ. എല്ലാം ഹലാലാക്കി നല്ലൊരു ഈശത്തോടുകൂടി ജീവിക്കാൻ, ബാധ്യതകൾ തീർക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാദാ, ഗസയിലടക്കം സങ്കടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആത്യന്തികമായ വിജയവും സമാധാനവും നൽകി എല്ലാ മുസ്ലിം സമൂഹത്തോടും നീ കാരുണ്യം കാണിക്കണമേ. റബ്ബെ, പുതിയ വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് ദീനും ദുനിയാവും ഒരുമിച്ച് കിട്ടി ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കാൻ, വിദ്യാഭ്യാസം ലഭിക്കുന്ന മക്കളാക്കാൻ ഞങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ.